നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, നമ്മൾ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ആ വഴിയിൽ ഒരു പാത്രം ഇരുന്നാൽ അത് നമ്മുടെ കാല് പൊട്ടിയാൽ പറയും, എന്താണ് മനുഷ്യൻ നടക്കുന്ന വഴിക്കാണോ പാത്രം വയ്ക്കുന്നത്? മറിച്ച് നമ്മുടെ മകൻ്റെ വരുന്ന വഴിക്ക് തലകെട്ടിയിൽ നിൻ്റെയൊക്കെ മുഖത്ത് കണ്ണില്ലേ, അവിടെ പാത്രം കണ്ടില്ലെന്ന്. അതൊരു രണ്ട് വ്യത്യസ്ത കോണിലെ അഭിപ്രായങ്ങൾ. അതുപോലെയാണ് ഗുരുവായൂരല്ല, തൃശ്ശൂർ ഒരു സ്കൂളിൽ, ഗോകുലം ഗോപാലിൻ്റെ സ്കൂളിൽ ശബരിമലക്ക് മാലയിട്ട ഒരു വിദ്യാർത്ഥി കറുത്ത പക്ഷം ധരിച്ചു വന്നപ്പോൾ 10 ദിവസമായിട്ട് ക്ലാസ്സിൽ കയറ്റായിരിക്കുക. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തോ ഹിന്ദു ഐക്യവേദിയൊക്കെ സമരമായിട്ട് വന്നേക്കാം. ആ വിശ്വാസവും പഠിക്കാനുള്ള അവകാശം തുല്യമായിട്ട് പോകണമെന്നാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ ഇത് തന്നെയല്ലേ നമ്മൾ പള്ളുരുത്തിയിൽ പറഞ്ഞത്? അന്ന് വലതുപക്ഷ ചിന്താഗതിക്കാരും തീവ്ര സംഘപരിവാറൊക്കെ പറഞ്ഞാണ്, നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ ആ യൂണിഫോം പറ്റൂല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ യൂണിഫോം മാറ്റും എന്തൊക്കെയല്ലേ. എന്തേടോ മരക്കഴുതന്മാരെ, നിങ്ങൾക്ക് അപ്പപ്പോഴത്തെ വ്യാഖ്യാനങ്ങൾ അത് വേണ്ട. ഒരു കലത്ത് 2 കറി വേണ്ട, നമുക്ക് ഒരു കലത്ത് 1 കറി വേണം. ആരും ചോദിക്കാനും പറയാനില്ല എന്ന് ചോദിച്ചാൽ എന്ത് തോന്നിയ ദിവസം കയറി ചാലിൽ കയറി പറയാം. ഇതൊരു വഴിപോക്കിൽ വഴിപോകുന്നില്ല, ആർക്കും ചെണ്ട പൊട്ടാം എന്നൊരു ധാരണ വേണ്ട കേട്ടോ. കഴിഞ്ഞ 70 വർഷത്തെ ലോകപരിചയത്തെക്കുറിച്ചും പഠനത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങളും മനസ്സിലാക്കി ചില രഹസ്യങ്ങളും ചില സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ മാനവകുലം തുല്യമാണെന്നാണ്, ഒരു വ്യത്യാസമില്ല. രക്തത്തിൻ്റെ നിറം ചുവപ്പ് തന്നെയാണ് എല്ലാ രക്തത്തിലും, അത് പ്രത്യേക രക്തമൊന്നുമില്ല. അങ്ങനെ രക്തം തിരിച്ചുള്ള ആ ആഭാസങ്ങളും അഭ്യാസങ്ങളൊന്നും കാണിക്കണ്ട. അതൊരു താക്കീതൊന്നുമല്ല, അതൊരു സംസ്കാര സമ്പന്നൻ എന്ന നിലയിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് മൊത്തം ജനങ്ങളോട് പറയുകയാണ്, തുല്യനീതി, എല്ലാവർക്കും നീതി വേണം. ഇനി മേലാൽ ചില മുസ്ലിം തീവ്രവാദികളുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തോട് മെക്കിട്ടേറാൻ വന്നാൽ ഗാന്ധി മാർഗം മുന്നിൽ നിർത്തിക്കൊണ്ട്, അഹിംസാ സിദ്ധാന്തം മുന്നിൽ നിർത്തിക്കൊണ്ട്, എല്ലാവരെയും ഏകോദര സഹോദരന്മാരെ പോലെ കണ്ടുകൊണ്ടും, രാജ്യത്തെ മാതൃരാജ്യമായി കണ്ടുകൊണ്ടും, രാജ്യസ്നേഹിയായിക്കൊണ്ടും, മനുഷ്യസ്നേഹിയായിക്കൊണ്ടും ഞങ്ങൾ ഇതിനെല്ലാം ചുട്ട മറുപടി വരും. ഉരുളക്കുപ്പേരി പോലെ അത് ഗാന്ധി മാർഗമായിരിക്കും, അല്ലെങ്കിൽ അഹിംസാ സിദ്ധാന്തത്തിൽ കൂടിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആകാശം കാണുന്ന ദിക്കിൽ വേണ്ടല്ലോ. ഇവിടെ ഇന്നലെ ആകാശം കാണും. അതുപോലെ ഒരു സമുദായം മറ്റു സമുദായം ഇവിടെ തടസ്സമല്ല, വളർന്നതിനും വികസിക്കും തടസ്സമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ആരും ആരേക്കാൾ മോശമല്ല തത്വം കണക്കിലെടുത്തുകൊണ്ട് അവസാന വാക്കല്ല ഒന്നും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പരിപാടി സ്നേഹപൂർവ്വം മുന്നോട്ട് പോകാം. അത് പണിക്കരായാലും ചോനായാലും നായരായാലും മാപ്പിളയായാലും ക്രിസ്ത്യാനിയായാലും ആരായിരുന്നാലും അവരവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചു പോകാം. അത് ഒരു സംഭവം. മറ്റൊരു സംഭവം, ഇപ്പോൾ ബീഹാറിലെ ഇലക്ഷൻ കുറിച്ച് നമ്മൾ പറയുന്നത്, കാരണം ഏതാണ്ട് മണിക്കൂർ റിസൾട്ട് അറിയാം. ഇതിൽ ബോംബ് സ്ഫോടനത്തെ കുറിച്ച് അത് നടന്നുകൊണ്ടിരിക്കുക, അതും നമ്മളിപ്പോൾ പറഞ്ഞില്ലേ. ഇപ്പോൾ പറയാനുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ അവിടെ കോൺഗ്രസ് ജയിച്ചെടുക്കാനുള്ള എല്ലാ പരിശ്രമവും മുരളിയുടെ കെയർ നടത്തണം. നമ്മുടെ മുൻ സ്പീക്കർ കാർത്തികൻ സാറിൻ്റെ മകനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുരളീധരൻ കളിക്കുകയാണ്. നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം കത്തുപോലെ തുറന്ന് പറയുകയാണ് ശ്രീവൻ മുരളീധരനോട്. ശ്രീവൻ കെ കരുണാകരൻ മകൻ കെ മുരളീധരൻ അവരോട് തുറന്ന് പറയാണ് യാഥാർത്ഥ്യം. മൊയ്തീൻ ഷായും ഗ്രൂപ്പും ഒരു മുന്നിലും പരോക്ഷമായിട്ടോ പ്രത്യക്ഷത്തിൽ ചേരാത്തൊരു കാരണം അഭിപ്രായം തുറന്ന് പറയാൻ പറ്റാവരും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞല്ലോ, UDF നിലനിർത്തിക്കൊണ്ട്, UDF ജയിപ്പിച്ചുകൊണ്ട് LDF നിലനിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ പോളിസി. വലിയ ടാസ്ക്കാണ്. അതിന് മുന്നോട്ട് പോകുന്നത്.
ഇതാ മുരളീധരൻ കേട്ടോളൂ. ഒരു അപകടം പറ്റിയിട്ടുണ്ട് മിസ്റ്റർ മുരളീധരൻ കോൺഗ്രസ്സിന്, ഉമ്മൻചാണ്ടിക്ക്, കെ ബാബുവിനൊക്കെ. അത് നിയമം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നമ്മുടെ വീണ്ടും തുറമുഖത്തിൻ്റെ പേരിൽ എത്രായിരം കോടിയുടെ പദ്ധതി, അതിൻ്റെ പേരിൽ 100 കോടി, ആയിരക്കണക്കിന് പറയാം, ഞാൻ പറയുന്നത് 100 കോടി രൂപ ഈ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ കെ ബാബു ഉൾപ്പെടെ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മരിച്ചു ഉള്ള ആൾ വാങ്ങിയതിൻ്റെ പേരിൽ കോൺഗ്രസ്സിന് ഒരു അപ്രസക്തനായ സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് ഏജന്റിന് വഹിക്കാൻ പോലും കോൺഗ്രസ് ആളുണ്ടായില്ല, ആൾ വച്ചില്ല. അങ്ങനെ KO രാജഗോപാൽ ജയിച്ചു. മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാക്ക ഉൾപ്പെടെ ഉമ്മൻചാണ്ടി മാണിസാറൊക്കെ മരിച്ചുപോയി. ബാക്കി ജീവിച്ചിരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഈ ലാബിൽ നമ്മൾ രക്തം പരിശോധിക്കാൻ കൊടുത്താൽ ആ രക്തത്തിൽ കാണുന്ന റിസൾട്ടാണ്, അല്ല ലാബുകാരോട് പ്രത്യേകം ചെയ്യാനില്ല. അതുപോലെ ഞങ്ങൾ പറയുന്നൊരു മനഃശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഫിലോസഫിയാണ്, യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഞങ്ങൾക്ക് പ്രത്യേക ഒരു താല്പര്യം ആരോടുമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ KO രാജഗോപാലിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസ് കാണിച്ച തന്തയില്ലായ്മയും നെറിവില്ലായ്മയുടെ ഫലമായിട്ട് 2 ടേം കഴിഞ്ഞിട്ടും പിന്നെ മന്ത്രിസഭയിൽ കയറാൻ പറ്റിയിട്ടില്ല, രാജ്യം ഭരിക്കാൻ പറ്റിയില്ല. കേരളത്തിലായി പറയാം, കേരളം ഭരിക്കാൻ പറ്റിയിട്ടില്ല. അറബിക് സർവകലാശാല അതിൽ കുഞ്ഞാക്കയുടെ ശില്പത്തികൾ ഉരുണ്ട് കളിച്ച് സമുദായത്തെ വഞ്ചിച്ച് സമൂഹത്തെ തോൽപ്പിച്ച്, സമുദായത്തെ വഞ്ചിക്കുകയും സമൂഹത്തെ തോൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിലും കുഞ്ഞാക്ക് ഉൾപ്പെട്ട ടീമിന് പിന്നീട് അസംബ്ലി മെമ്പർഷിപ്പ് MLA ആയിട്ട് വരാം, ഭരിക്കാൻ പറ്റിയിട്ടില്ല. പറഞ്ഞു വരുന്നത് ഈ കോൺഗ്രസ് ധരിക്കുന്ന അത്രയൊന്നും മഹത്വമൊന്നും കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടില്ലെന്നേ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർ പുറത്തു പോയിട്ടുമില്ല. എനിക്ക് മനസ്സിലാക്കണം. കാരണം ഇപ്പം പിണറായി വിജയൻ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിക്കഴിഞ്ഞാൽ അവരുടെ വിഷയം തീർന്ന്. നിങ്ങൾ പറയുന്നത് പിണറായി വിജയനെ കുറ്റവും ഞാൻ മക്കളെ കുടുംബത്തെക്കുറിച്ചാണ്. അതങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ CPM എന്താണ് കുഴപ്പം? അതൊക്കെ കണക്കാക്കണം. പറഞ്ഞു വരുന്നത് 10 സീറ്റാണ് ആകെ തിരുവനന്തപുരത്ത് നിങ്ങൾക്കുള്ളത്, കോൺഗ്രസ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 15 സീറ്റിൻ്റെ പോരായ്മകൾ BJPക്ക് ഭരിക്കാനുള്ളത്. ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ആകെ 10 സീറ്റ് വിജയം, BJPക്ക് ഭരിക്കാൻ 15 സീറ്റിൻ്റെ പോരായിക. അതിപ്പോൾ വീണ്ടും കുറയും. കോൺഗ്രസ് കുറച്ചുകൂടി സീറ്റ് പിടിച്ചാണെങ്കിൽ 15 സീറ്റ് വേണ്ട, ആകെ 101 സീറ്റ്. 100 പിടിച്ചോ, 100 / 3 = 33.3. അപ്പോൾ ഏതാണ്ട് 35 സീറ്റ് കിട്ടുന്നവർക്ക് ഭരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കുറച്ച് സീറ്റ് കോൺഗ്രസ് പിടിക്കുകയും BJPയുടെ സീറ്റ് നിലനിർത്തുകയും ചെയ്താൽ, നിലനിർത്തുക കാര്യത്തിൽ ഒരു സംശയമില്ല. ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ BJPയുടെ കഴിഞ്ഞ കാലത്ത് സീറ്റ് നിലനിർത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്ലസ് എത്ര കിട്ടും നോക്കേണ്ടത്. അങ്ങനെ വന്നാൽ BJP കോർപ്പറേഷൻ ഭരിക്കും. അതിനാണ് കോൺഗ്രസ് ചില ആൾക്കാർ ഇപ്പോൾ തുണി അഴിച്ചു കൊടുക്കുന്നത്. മണ്ടന്മാരുണ്ട് കോൺഗ്രസ്, ഒരു സംശയ കാര്യത്തില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ കൊടുക്കും മണ്ടത്ത് കാണിക്കാൻ പറ്റില്ല. ഞങ്ങൾ ദീർഘവീക്ഷണം കാണിക്കണം. കാര്യങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ട് നേരത്തെ തന്നെ വിധി അല്ലെങ്കിൽ മറുപടി പറയണം. കാരണം ആലോചിച്ച് നോക്ക്, ഇപ്പോൾ മുരളീധരൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം, തെറ്റില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ എത്രയോടെ പോരായിക്കുള്ളത്. ഞാൻ ഈ കോൺഗ്രസിൻ്റെ ഈ മണ്ടന്മാരെ കോൺഗ്രസ് പ്രവർത്തി പറയാണ്, നേതാക്കൾ ഇവിടെ പ്രവർത്തകർ ആകെ 10 സീറ്റാണ് അവിടെ UDFനുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളത്. UDF തന്നെ, കോൺഗ്രസ് UDF ആണല്ലോ. മറിച്ച് BJPക്ക് കോർപ്പറേഷൻ ഭരിക്കുന്ന ആകെ സീറ്റ് നിലവിലുള്ള കണക്ക് വെച്ച് 15 സീറ്റ്. പക്ഷെ അതിപ്പോൾ കോൺഗ്രസ് ഒരു 10-20 സീറ്റ് പിടിക്കുകയാണെങ്കിൽ 10 സീറ്റ് അത് ഇരട്ടി കിട്ടുമെങ്കിൽ 20 സീറ്റ് പിടിക്കുകയാണെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ഓരോള്ളൂ, അല്ലാതെ BJPയുടെ ഓരോ വോട്ട് പോലും പോകില്ലെന്ന് മാത്രമല്ല 10 വോട്ട് കൂടുതൽ പിടിക്കുള്ളൂ. അപ്പോൾ ആ ഒറ്റക്കാകട്ടെ കോൺഗ്രസ് 10 സീറ്റ് കൂടുതൽ പിടിക്കുന്നു, അല്ലെങ്കിൽ UDF 10 സീറ്റ് കൂടുതൽ പിടിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ BJP ഇത്തവണ കോർപ്പറേഷൻ ഭരിക്കും. അവിടെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ പണ്ട് ശിവകുമാർ നടത്തിക്കൊണ്ടിരുന്നു. പേരെടുത്ത് പറയണതൊക്കെ എന്താ ശിവകുമാറിൻ്റെ ഭാഷ ഒന്നാ പക്ക കോൺഗ്രസ് ഭാഗത്ത് രാത്രി RSS
കോർപ്പറേഷൻ നിങ്ങൾക്ക്, അസംബ്ലി ഞങ്ങൾക്ക്. കോർപ്പറേഷൻ വരുമ്പോൾ അങ്ങോട്ട് വോട്ട് കൊടുക്കും, അസംബ്ലി ഇങ്ങോട്ട് വായിക്കും. അങ്ങനെ ശിവകുമാർ കഴിഞ്ഞ ടൈം വരും ജയിച്ചത്. പക്ഷെ കഴിഞ്ഞ ടൈമിൽ BJP പരമാവധി വോട്ട് പിടിച്ചോണ്ടല്ലോ, ആ അഡ്ജസ്റ്റ് പോയി തോറ്റുപോയി. അതിപ്പോൾ വേറെ പിന്നെ CPM MLA കുറിച്ച് പറഞ്ഞില്ലേ, അസംബ്ലി ഞങ്ങൾക്ക് തരണം, കോർപ്പറേഷൻ നിങ്ങൾക്ക് തരാം, അപ്രസക്ത ആളെ നിർത്താം എന്നൊക്കെ പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയി തോന്നിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ലോക്കൽ മെമ്പർ പറയാണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് കുറേ നാളായി, ഇന്നൊന്നിലൊന്നുമില്ല. കോൺഗ്രസ് നേരത്തെ തുടങ്ങി, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ആദ്യമായിട്ട് തുടങ്ങി. ഇത് രണ്ടും എത്തുന്നത് അപകടത്തിലേക്കാണ്. അപ്പോൾ വെളിയിൽ വിളിച്ചാൽ, അതായത് ഒരു കിണറ്റിലേക്ക് ഒരു അമ്മ വീണു, ഒരു കിണർ ബന്ധിപ്പിച്ചൊരു പന്തിയിൽ തുലാം ഒരു ബീമുണ്ടായിരുന്നു. അമ്മ വീണ വയ്ക്ക് ഒരു കൈ ആ ബീമിൽ പിടുത്തം കിട്ടി, തൂങ്ങിക്കിടക്കാണ്. മകൻ രക്ഷിക്കാൻ വന്നപ്പോൾ ആ രക്ഷിക്കുന്നതിൻ്റെ ശ്രമഫലമായിട്ട് ആ കൈയോടി പോയി, ആൾ താഴെ പോയി. ഇപ്പോൾ മുരളീധരൻ ഇപ്പോൾ UDF രക്ഷിക്കാൻ വന്ന് കോർപ്പറേഷൻ പിടിക്കാൻ നോക്കുമ്പോൾ കാണുന്ന ബുദ്ധി, കാണുന്ന സൈഡ് എഫക്റ്റ്, പാർശ്വഫലം, ഇതാണ് BJP കോർപ്പറേഷൻ ഭരിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ കോൺഗ്രസിലുണ്ട്, കമ്മ്യൂണിസ്റ്റിലുണ്ട്. ഇവരൊക്കെ മനഃശാസ്ത്രം അറിഞ്ഞാലും മനസ്സിലാവുള്ളൂ. അല്ല, പാവം സാധാരണക്കാർക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഈ കോൺഗ്രസിലെ നേതാക്കളുടെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയൊക്കെ മനസ്സെന്താണെന്നറിയണം. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും മനസ്സ് കൃത്യമായിട്ട് അറിയാം. അത് സതീശയെ കുറിച്ച് പറഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞല്ല, ഞാൻ വെറും പൊട്ടൻ മണ്ടൻ. നിങ്ങൾ സംസാരിക്കും സാധിക്കും മാത്രമേ ഉള്ളൂ. അതൊക്കെല്ലാം എനിക്ക് റിപ്പോർട്ട് തരുന്നത് എൻ്റെ ഗ്രൂപ്പാണ്. 10-30 പേരുണ്ട്, 31 പേരുള്ള ഗ്രൂപ്പാണ്. അത് ശക്തരാണ്. ഒരു വിദ്യ കൊണ്ടും അഭ്യാസം കൊണ്ടും പടം കൊണ്ടും എല്ലാം കൊണ്ടും മെച്ചോർഡാണ്. അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, മാനവ നന്മ, ജനനന്മ. ഇത് നിങ്ങൾ സാമാന്യ ബുദ്ധിയിൽ കോൺഗ്രസ് നേതാക്കളെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ, BJP നേതാക്കളെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് സന്തോഷമാണ്. ഇപ്പോൾ മുരളി വന്ന് ഓടിച്ചാൽ അവർക്ക് സന്തോഷമുണ്ട്. കാരണം BJPയുടെ ഒരു വോട്ട് പോലും പോകില്ലെന്ന് മാത്രമല്ല, പരമാവധി വോട്ട് അവർക്ക് കിട്ടും. അയാൾ എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട്. പകൽ കോൺഗ്രസ് രാത്രി ആശ്രമത്തിൽ പലരും പുറത്ത് സംസാരിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റായാലും കാര്യം നടത്തുന്ന അനുഭവം കാണിക്കുന്നത്. അത് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ആ കാരണം മുഴുവൻ തുറന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം മുരളീധരൻ്റെ കളിയിൽ കൊണ്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ, വരുന്ന പിന്നെ പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ കയ്യിലായി. നേമത്ത് പറ്റുമല്ലേ, നേമത്ത് പറ്റി കാശ് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും അതുകൊണ്ട് കോൺഗ്രസ് കാണിച്ച തന്തയില്ലായ്മ നിറവില്ലായ്മയുടെ ഫലം 2 ടേമായിട്ടും ഭരണത്തിൽ പുറത്താണ്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, ഈ ട്രിവാൻഡ്രത്തെ കളി പോലെ കളിക്കാൻ പോകുന്നതെങ്കിൽ 3-ാം ടേമും നിങ്ങൾ പുറത്താവും. ഞങ്ങൾ എത്ര പാടുപെട്ടാലും നിങ്ങൾക്ക് സാധ്യത കുറയും. ഇതാരെങ്കിലും കോൺഗ്രസിന് ഏതെങ്കിലും നേതാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ലീഗിൻ്റെ ഏത് നേതാക്കൾ അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കെവിടെ സമയം? അവർ അങ്ങനെ സംഭവിച്ചില്ലേ എന്ന് പറയും. അതല്ലെങ്കിൽ മണ്ടനായ കുഞ്ഞാക്ക ജോസ് കെ മാണിയെ എന്തുകൊണ്ട് LDFിൽ വിട്ട്? മാണി സാറ് നിങ്ങളും വളരെ ക്ലോസ് ആയിരുന്നല്ലോ. ഒരേ പാകിലത്ത് ഉണ്ടും കൊടുത്തും തൂറി നടന്നവരാണ് മാണിയും പിന്നെ കുഞ്ഞാക്കായും. അത്ര അടുപ്പം ഉണ്ടായില്ല ഉമ്മൻചാണ്ടിയായിട്ട്. ഇല്ലെന്ന് പറയാൻ പറ്റും. സൈക്കോൾ ഇല്ലേ, മനഃശാസ്ത്രം ഇല്ലെന്ന് പറയാൻ പറ്റും. കുഞ്ഞാക്ക അത്രയും അടുപ്പായിരുന്നു മാണി നിങ്ങൾ തമ്മിൽ. എന്നിട്ട് ആ മാടി മകൻ എന്തുകൊണ്ട് കോൺഗ്രസ് കാല് വാരിയപ്പോൾ, അല്ലെങ്കിൽ പിന്നെ ചരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ശ്രമിച്ചപ്പോൾ അത് നിങ്ങൾ എന്തൊരു കൂട്ടുനിന്ന്? അങ്ങനെ പോയിൻ്റെ പേരിൽ കോട്ടയത്ത് 3-4 കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കാൻ പറ്റിയെന്നല്ലാതെ ഒരു സീറ്റ് കാണാൻ പറ്റുമോ? ഇവിടെ നാം ഒരാളെ തോൽപ്പിക്കുമ്പോൾ നാം ഇത് നേടുന്നു എന്ന് നോക്കണം. ഞാൻ അന്ന് മരിച്ച സദ്ദാമിനോട് പറഞ്ഞു തന്നെയാണ്, നിങ്ങൾ ഒരാൾ നശിപ്പിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ നേട്ടം കൊണ്ട് നോക്കണം. ഇസ്രായേൽ കൂടെ നിങ്ങൾ ബോംബെടുക്കൽ എന്ത് നേട്ടം കിട്ടി? വില കൊടുത്ത് ചോദിച്ച സ്കഡ് മിസൈലിന് പകരം പാട്രിയോട്ട് മിസൈൽ അമേരിക്ക കൊടുത്തില്ല, വിലയ്ക്ക് ചോദിച്ചിട്ട് പോലും. പക്ഷെ സദ്ദാം 2 പൊട്ട സ്കഡ് അവിടേക്കത് 10 ഞാറ് കരിഞ്ഞു പോയപ്പോഴല്ലോ അമേരിക്ക കൊണ്ടുപോയി പാട്രിയോട്ട് മിസൈൽ കൊണ്ടുപോയി ഇറക്ട് ചെയ്ത് കൊടുത്ത് ഫ്രീ ആയിട്ട്. എന്താണ് ഇറക്ട് ചെയ്യാന്ന് പറയുക? മിഷൻ കൊണ്ടുപോയി ഫിറ്റ് കൊടുക്കും പോലെ കൊടുത്ത്, കാറ് വാച്ച് ഇന്ത്യ പഠിക്കാൻ കൊടുക്കും പോലെ. അപ്പോൾ സദ്ദാമെ നിങ്ങൾ ജയിച്ചു തോറ്റോ? നിങ്ങൾ തോൽക്കല്ലായിരുന്നോ? അതുപോലെ മണ്ടനെ സദ്ദാമെന്ന് ഞാൻ പറയാം. അതുപോലെ മണ്ടനെ സദ്ദാം കാണിച്ചത് ജീവിതം കളഞ്ഞില്ലേ? ഒരു കുപ്പല്ലോ ഇല്ലാതെ കളഞ്ഞു. അതുപോലെ കുഞ്ഞാക്ക
എടോ കുഞ്ഞാക്ക് ജോസ് കെ മാണിയെ LDF പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ UDF എന്ത് നേട്ടമുണ്ടായി? ബുദ്ധിയില്ലാതെ പോയി. അതുപോലെ ഇനി ഏതാ ദിവസമുള്ളൂ, ഡിസംബർ 14. ഏതാണ്ട് ഇന്നിപ്പോൾ നവംബർ 12. ആകെ 30 ദിവസത്തിന് ശേഷം അറിയാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കുന്നുള്ളത്. 30 days ഉള്ളൂ ഇനി ചിന്തിക്കാൻ. കോൺഗ്രസ് ചിന്ത വന്നിട്ടില്ല. കോൺഗ്രസ് ഒറ്റ ചിന്ത, ശബരിനാഥിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുരളിയുടെ കെയർ ഓഫിൽ കോർപ്പറേഷൻ പിടിച്ചെടുക്കാന്നാ. എവിടെ പിടിച്ചെടുക്കാന്ന് പറയടോക്കള്, എന്ത് കണ്ടീഷനിൽ? ഇനി ഭരിക്കുന്ന കക്ഷി നിലയിൽ LDF ചിലപ്പോൾ എതിരുണ്ടാകാം. അത് അസംബ്ലിയിൽ വരുള്ളൂ. പാർലമെന്റ് പഞ്ചായത്ത് ഇലക്ഷൻ ആകുന്ന പോലെ വ്യക്തിബന്ധം അവിടെ. പഞ്ചായത്ത് ഇലക്ഷൻ പക്ക രാഷ്ട്രീയം കേരളത്തിൽ ഇല്ല സാർ. അതുപോലും മനസ്സിലാക്കാൻ നമ്മുടെ മുരളിക്ക് മനസ്സിലായിട്ടില്ല. വലിയ വെമ്പാലയാണ് മുരളി, വലിയ ബുദ്ധിരാക്ഷസനാണ്, വലിയ തന്ത്രജ്ഞനാണ്, എവിടെ പോയി മത്സരിക്കുന്ന ആളാണ്. പണ്ടേക്കാണ്ട് ഒരു പ്രാവശ്യം നിയമത്തായിട്ട് പോയി അവിടെ വല്ല കാണിച്ച് അവിടെ സീറ്റ് പിടിച്ചെടുത്തു. അതിൻ്റെ പേരിൽ അയാൾ ജീവിതമാണ്. പക്ഷെ മനസ്സിലായോ, 30 ദിവസത്തിനകം തീരുമാനം അറിയാം കോർപ്പറേഷൻ BJP ഇരിക്കുന്ന കാര്യത്തിൽ. കോൺഗ്രസ് ചിന്ത വന്നിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിച്ചോ എനിക്കറിയില്ല. അതിൽ എന്താ കാരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് കുറച്ച് സീറ്റ് നിങ്ങൾ പിടിച്ചാൽ കിട്ടുന്നത്. അല്ല BJP ഒരു സീറ്റുകളിൽ ഒരു വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ BJP കുറച്ച് വോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അല്ലെന്ന് പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും ബുദ്ധിയുള്ള രാഷ്ട്രീയ മീമാംസകർ ചോദിച്ച് മൊയ്തീൻ ഷാഹി ഗ്രൂപ്പ് പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ സത്യമുണ്ടെന്ന്. അപ്പം എന്താ ചെയ്യേണ്ടത്, ബുദ്ധിയുള്ളതും നയമാണ് കാര്യം. ബുദ്ധിയായിട്ട് മാത്രം പോലെ നയം അല്ലെങ്കിൽ പോയില്ലേ. അങ്ങനെ നയം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, തിരുവനന്തപുരം കോർപ്പറേഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കൊടുത്തുകൊണ്ട് വേറെ ഏതെങ്കിലും കോർപ്പറേഷൻ നിങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം. അവിടെ നിങ്ങൾ പരസ്പരം ധാരണ വ്യക്തി മതി. അല്ല മുന്നണി ഉണ്ടാക്കാമല്ലോ പറയാം. നിങ്ങൾ LDF UDF നിന്നുകൊണ്ട് തന്നെ ചില നീക്കുമൊക്കെ, അത് നിങ്ങൾ കള്ളന്മാരെ നിങ്ങൾക്കറിയാം, നെറികെട്ട് നേതാക്കൾ നിങ്ങൾക്കറിയാമല്ലോ. അത് അഡ്ജസ്റ്റ്മെൻറ്റ്, അടിയൊഴുക്ക്, പിന്നെ അടിത്തട്ടിലെ പ്രവർത്തനം, പിന്നെ അത് വേറെ പേര് ഇപ്പോൾ പറഞ്ഞല്ലോ കുറച്ച് മുമ്പ്, നിങ്ങൾക്കറിയാമല്ലോ അത്. അതുപോലെ CPM രഹസ്യമായിട്ട് ഒരു ധാരണ എത്തി തിരുവനന്തപുരം CPM കൊടുക്കുകയും ഇന്നത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഒരിക്കലും തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ പറ്റില്ല, ഒരിക്കലും പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം 100 സീറ്റിൽ 40 സീറ്റുകൾ കിട്ടണമല്ലോ. 30 ഒപ്പം കിട്ടാൻ 35 മതി. പക്ഷെ 30 10 ഇനി 25 സീറ്റ് പിടിച്ചെടുക്കണം. 10 സീറ്റ് നിലനിർത്തിക്കൊണ്ട് 25 സീറ്റ് പിടിച്ചെടുക്കണത്തിന് ആരിൽ പിടിച്ചെടുക്കും? BJP ഒരു സീറ്റ് പോലും നിങ്ങൾക്ക് കിട്ടില്ല, ഒരു വോട്ട് പോലും കിട്ടില്ല. അത് ഒരു 10-15% വോട്ട് അങ്ങോട്ട് പോവുള്ളൂ. നോട്ടി പോയിന്റ് കോടതി പോയല്ലേ സൈക്കോളജി പറയുന്നത്. പിന്നീട് CPM വോട്ട് പിടിക്കണം. CPM വോട്ട് എന്തെങ്കിലും പറഞ്ഞ രീതി അത്രയ്ക്ക് ഈസി ആയിട്ട് പിടിച്ചെടുക്കാൻ പറ്റും. ഇത്രയ്ക്ക് ഈ 10, 40, 25 സീറ്റ് 30 പിടിച്ചോ, 40 സീറ്റ് ഇനി എക്സ്ട്രാ പിടിച്ചെടുക്കാൻ CPM കിട്ടുള്ളൂ. നിങ്ങൾ എന്ത് കണ്ടീഷനാണ് ഇപ്പോൾ അത് കുഞ്ഞാക്കുക? നിങ്ങൾക്ക് വാ പൊളിച്ചിരിപ്പുണ്ടല്ലോ. ഇത് കുറച്ച് നിങ്ങൾ വല്ലതും ചിന്തിച്ചോ? മുസ്ലിം ലീഗുകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ, CPIക്കാരെ, മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളെ, മുന്നണികളെ, നേതാക്കളെ, പ്രവർത്തകരെ, മനുഷ്യരെ, ഞങ്ങൾ ഈ പറയുന്നത് ഇത് വളരെ കുലകുശമായി കണ്ടിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് വളരെ ഫിലോസഫിക്കലി ആയിട്ട് ഇവിടെ തീരുമാനമാണത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾക്ക് ഭരിക്കണമെങ്കിൽ 10 സീറ്റാണ് നിലവിലുള്ളത്. ഇനി ഭരിക്കുന്ന 40 സീറ്റ് എന്ന് പിടിച്ചാൽ തന്നെ 30 സീറ്റ് കിട്ടണം. ഈ 30 സീറ്റ് ഒരു സീറ്റ് പോലും BJPയിൽ നിന്ന് കിട്ടില്ലെന്ന് മാത്രമല്ല, BJPയിലേക്ക് ഒരു 10% വോട്ടുകൾ എക്സ്ട്രാ പോകും. പോയിന്റ് നോട്ട് ചെയ്ത് പറഞ്ഞാൽ പോരാ. പിന്നെ നിങ്ങൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് 30 സീറ്റ് CPMൽ നിന്നാണ്. അതിന് രാജ്യത്തിന് അല്ല നിൽക്കുന്നത്. അവർ നിർത്തുന്നില്ല. അവർക്ക് ആ വീഴ്ചയൊക്കെ മനസ്സിലായി. അവർക്ക് ഏകദേശം ചില റിസർച്ച് ഒക്കെ ഉണ്ട്, കുറച്ചൊക്കെ മുന്നോട്ട് പോകുന്നത്, എല്ലാം ഒന്നും ഇല്ലെങ്കിലും. പിന്നെ എവിടുന്ന് ഇടുമ്പോഴും നിങ്ങൾ ഈ 30 സീറ്റ് പിടിച്ചെടുക്കുന്നത്? അതിനിടയ്ക്ക് കൊതി കാൽവെട്ട്, കാൽവായ്പ് എല്ലാം ഉണ്ട്. കോൺഗ്രസ് പതിവുള്ളതാണല്ലോ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ദയവ് ചെയ്ത് നേമത്ത് ബുദ്ധിമാനെന്ന് പറയുന്ന പിന്നെ ഉമ്മൻചാണ്ടിയും കൂട്ടും ചെയ്ത ആ നെറികേട്, ഞങ്ങളുടെ ഭാഷ പറഞ്ഞ നെറികേട് വന്നത്. കാരണം അങ്ങനെ BJP ജയിക്കാൻ വേണ്ടി സാഹചര്യം കൊടുക്കുമോ?
ആയിരക്കണക്കിന് കോടി വാങ്ങിച്ചോട്ടെ, അതിലും കോടി ഒഴുകിയിട്ടുണ്ട്. അങ്ങനെ ചെയ്ത നിയമം തോൽപ്പിച്ചിട്ട് നിങ്ങൾ പിന്നെ അസംബ്ലി കണ്ടിട്ടുള്ള ഏത് ഭരണത്തിൽ അറബിക് സർവകലാശാല കാലുവാരി ചതച്ചതിൻ്റെ പേരിൽ പിന്നെ കുഞ്ഞാക്കയും കണ്ടിട്ടില്ല. അസംബ്ലി കാണും, MLA എന്നോ കിട്ടും, പക്ഷെ ഭരണത്തിൽ വന്നിട്ടില്ല. ഇനിയും അത് തന്നെ ആവർത്തിക്കുന്നത്. ബീഹാറിൻ്റെ കാര്യം നാളെ മറ്റന്നാൾ അറിയാം, ഏതാണ്ട് മണിക്കൂർക്കുള്ളിൽ ബീഹാറിൻ്റെ കാര്യം അറിയാം. ബീഹാറിലേക്ക് ഇത്തവണ കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയില്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ ഭാഷ വീണ്ടും പറയണം. എത്ര ആൾക്കാർ ഇങ്ങനെ പറഞ്ഞറിയുമോ? ഈ രാഹുൽ മോനെയും ഈ മുലായത്തിൻ്റെ ലാലുവിൻ്റെ മോനെയൊക്കെ ഉള്ള റോഡിൽ വെച്ച് കല്ലടിക്കും, ചന്തിക്കടിക്കും. എന്തുകൊണ്ടാണ്? ജയപ്രകാശ് നാരായൺജി കാണിച്ച പോലെ കാണിക്കാത്തതുകൊണ്ട്. എന്താ കാണിച്ചത്? കോൺഗ്രസ് വെച്ച് എല്ലാവരും ഒരു കുടക്കീഴിൽ നിർത്തി, ഒരു കൊടിക്കീഴിൽ നിർത്തി. ഇവിടെ BJP വെച്ച് വയ്ക്കുക, എല്ലാവരും ഒരു കുടക്കീഴിൽ നിർത്തണം, ഒരു കൊടിക്കീഴിൽ നിർത്തണം. അത് ചെയ്യാത്ത നെറിവീട് കാണിച്ചതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും കാരണവശാൽ ബീഹാർ അസംബ്ലിയിൽ BJP വീണ്ടും വരികയാണെങ്കിൽ നിങ്ങളുടെ മുട്ടുകല്ലിൽ നിൽക്കും പബ്ലിക്ക്, പ്രത്യേകിച്ച് ബീഹാറുകാർ. അത്ര നിങ്ങൾ ബുദ്ധിമോശം കാണിച്ചു. ബുദ്ധിയില്ലാത്തൊരു കുറ്റമല്ല, പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർ പറയുന്നത് കേൾക്കണം. അത് തെറ്റ് തന്നെയാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കുറ്റമല്ല, പക്ഷെ അത് ഭൂഷണമായിട്ട് അല്ലെങ്കിൽ അലങ്കാരമായി കൊണ്ടുനടക്കുന്നത് തെറ്റ് മാത്രമല്ല, കുറ്റം കൂടിയാണ്. അതുപോലെ ഒന്നാണ് ഇപ്പോൾ ലാലുവിൻ്റെ മോനും ഈ പിന്നെ കോൺഗ്രസിൻ്റെ രാജകുമാരെ കാണിച്ചത്. അത് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല, അതിന് മണിക്കൂർ കഴിയണം. ലക്ഷം കണ്ട് മോശമായിട്ട് കാണുന്നത് പിന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ കുഞ്ഞാക്ക അല്ലെങ്കിൽ UDF CPM പറയണം, നിങ്ങളുടെ അഡ്ജസ്റ്റാൻഡിൽ എത്തിയിട്ടില്ലെങ്കിൽ BJP ആണ് തിരുവനന്തപുരം ഭരിക്കാൻ പോകുന്നത് കോർപ്പറേഷൻ. അത് നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊന്നും പറയില്ല, എനിക്കെന്താ കുഴപ്പം. ഞാൻ BJP എൻ്റെ മുഖ്യ ശത്രുവായിട്ട് കാണുന്നില്ല, കമ്മ്യൂണിസ്റ്റും കാണുന്നില്ല, കോൺഗ്രസും കാണുന്നില്ല. തെറ്റ് ഞങ്ങൾ കാണുന്നത് പ്രശ്നാധിഷ്ഠിതമാണ്. തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കും. അതാര് നന്മ ആരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അല്ല, അന്ധമായ വിരോധം ആരോടുമില്ല. അത് ഞങ്ങൾക്ക് നമ്മുടെ വീണ്ടും RSS 90% പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ നല്ല ശതമാനത്തിലുണ്ട്. പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ RSS ഇല്ലല്ലോ, 1-2 പേരില്ലല്ലോ. പക്ഷേ ബാക്കി മുന്നോക്ക വിഭാഗമാണ്, അവരോട് നമ്മൾക്ക് എതിർപ്പില്ല. പിന്നെ ആരോടെ എതിർപ്പുള്ളത് ഞങ്ങളുടെ ഗ്രൂപ്പിന്? സവർണ ഫാസിസത്തോട്. ഇവിടെ ചില വർഗ്ഗങ്ങൾ ജീവിക്കാൻ നിൽക്കില്ല, ചില വർഗ്ഗങ്ങൾ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെയുള്ള സവർണ ഫാസിസ്റ്റുകളോട്. അല്ലാതെ നമുക്ക് സവർണരോട് വിരോധമില്ല, RSS ഉൾപ്പെടെയുള്ള പിന്നോക്ക ഹിന്ദുക്കളോട് വിരോധമില്ല, ദളിതുകളുടെ ന്യൂനപക്ഷം ഒന്നുമില്ല. ആകെ കൂടി ഒരേ ഒരു വിഭാഗം. ഏതെങ്കിലും പ്രസ്ഥാനത്ത് ഒരു ശത്രു ഇല്ലായിരിക്കില്ല, അല്ലെങ്കിൽ വളരാൻ പറ്റില്ല. ആ ഒരു ശത്രു എന്നുള്ളത് ഇവിടുത്തെ മുന്നോക്ക സവർണ ഫാസിസമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. തിരുവനന്തപുരം സാമ്പിൾ എടുക്കുക. കോൺഗ്രസ് മനസ്സിലാവില്ല, കോൺഗ്രസ് മനസ്സിലാക്കുക. വീണ്ടും ഞാൻ സങ്കടം കൊണ്ടും ഇതുകൊണ്ട് ജനങ്ങൾ പറയുന്നത്, നിങ്ങൾ നിയമത്ത് കാണിച്ച പോലെ വൃത്തികേട് കാണിച്ചാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പിന്നെ കേരളത്തിൽ ഭരിക്കാൻ നിങ്ങൾ കഴിക്കണ്ട. കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടാവില്ല, UDF പ്രസ്ഥാനം ഉണ്ടാവില്ല. നെറികേടായി കാണിച്ചത്. അത് ഓരോ രാജകീയത്തിൽ നിന്ന് വോട്ട് കിട്ടി ജയിക്കോട്ടെ, നമുക്കൊരു അതില്ല. ദേശീയ പാർട്ടിയല്ലേ. അല്ലാതെ രാഹുൽ പറഞ്ഞ പോലെ പിന്നെ OIC മത്സരിക്കാൻ പാടില്ല ബീഹാറിൽ എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല, അതൊക്കെ പറഞ്ഞ മണ്ടത്തരാണ്. പക്ഷേ ഇതുപോലെ തട്ടിയൊരു കൂട്ട് നിന്ന് അതുപോലെ ജയിപ്പിച്ചെടുത്തതിൽ നിങ്ങൾ കാണിച്ച വഞ്ചനയും കുറ്റമാണ്. ആ വഞ്ചന നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അറബിക് സർവകലാശാല കാലുവാരിൻ്റെ വഞ്ചിച്ചതിൻ്റെ പേരിൽ കുഞ്ഞാക്കയുടെ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും, ഒരു സംശയമില്ല. ഞങ്ങൾ വീണ്ടും പറയുന്നു, മുസ്ലിം ലീഗ് മുസ്ലിം എന്ന പേര് മാറ്റി ഒരു ദേശീയ ധാരണ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആകാം, ഒരു സംശയം അക്കാര്യത്തില്ല. എല്ലാവിധ സപ്പോർട്ടും ജനങ്ങൾ കിട്ടും. നിങ്ങളെ ജാതി പാല് കാണണം. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ജാതി ഒരു മതമായിട്ട് ബന്ധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ല, മതക്കാരില്ല, രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. അതിൽ ചെറിയ വർഗീയത അല്ലെങ്കിൽ ജാതീയതയൊക്കെ വരും, അത് നമുക്ക് ഇഷ്ടമല്ല. അവൾ കോമൺ ആണ്, ദേശീയമാണ്, മനുഷ്യസ്നേഹമാണ്. മനസ്സിലായില്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അതിനോട് ഒരു കാര്യം രാഹുൽ ഗാന്ധിയോട് ചോദിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിയോട്, കാരണം അതിൽ പറഞ്ഞിട്ടല്ലേ പ്രതിപക്ഷ നേതാവല്ലേ. രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞില്ലേ OIC അങ്ങനെ BJPയുടെ ചാരനാണ് അല്ലെങ്കിൽ B ടീമാണ്. എടോ രാഹുലെ, നിങ്ങൾക്ക് അങ്ങനെ മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി OICയെ BJP കൊണ്ടെങ്കിൽ ഹിന്ദു വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോടോ? അതിലൊരു കൗണ്ടർ, ഒന്നിനൊന്ന് കൗണ്ടർ എന്തോ പകരം. അങ്ങനെ BJP പിന്നെ ഇയാളെ
ഉവൈസിയെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങളതുപോലെ ഹിന്ദു വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹിന്ദുവിനെ കൊണ്ടു നിർത്തി മത്സരിക്കും, കാശ് കൊടുക്കണമെങ്കിൽ അതിനാണെങ്കിൽ ഞാൻ ഉവൈസി ചെയ്ത് ശരിയാന്ന് പറയല്ല, അങ്ങനെ നിങ്ങൾ ചെയ്യണം. അത് കൗണ്ടർ അങ്ങനെ ചെയ്യാൻ പറ്റാതെ ഉവൈസിയോടൊന്ന് മത്സരിക്കില്ല, അത് കാണിച്ച് തെറ്റായിപ്പോയി, പിന്നെ വഞ്ചനയെ കാണിച്ച് വർഗചതി കാണിച്ചെന്നൊക്കെ പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ എൻ്റെ രാഹുൽജി? വല്ല കാര്യമുണ്ടോ? ദേശീയ പാർട്ടി മത്സരിക്കാൻ പാടില്ല പറഞ്ഞാൽ എന്ത് ന്യായമാണത്? ഇത് രാഹുൽ മറ്റ് പല ചുക്കട ആൾക്കാരും പല കഴുതകളും പറഞ്ഞു, അത് നമുക്ക് വിഷയമല്ല, അതൊക്കെ ബുദ്ധിയില്ലാത്ത കഴുതരാണ്. പക്ഷെ നിങ്ങളതാണ്, നിങ്ങൾ പ്രതിപക്ഷ നേതാവല്ലേ, ആളത്തെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ആളും അല്ലെങ്കിൽ അഭിമാനിക്കുന്ന ആളും പിന്നെ അഹങ്കരിക്കുന്ന ആളല്ലേ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ കുറ്റമായിട്ടില്ല. ഞാൻ അത് കണ്ട് അഹങ്കരിക്കുന്നത് പറഞ്ഞാൽ കുറ്റമായിട്ടില്ല. നീ ഇവിടെ കള്ളാന്ന് കൊച്ചും മക്കളോട് പറയും, കള്ളനായിട്ടാണോ? അല്ല, സ്നേഹമായിട്ടാണ്. അതുപോലെ അഹങ്കരിക്കുന്നത്, രാഹുൽ ഗാന്ധി ഒരു കാലത്ത് പ്രധാനമന്ത്രിയാകുന്നത് ഞങ്ങളും അഹങ്കരിക്കുന്നുണ്ട്, അത് തെറ്റില്ല. നിങ്ങളിൽ നിന്ന് ഇതുപോലത്തെ വിഡ്ഢിത്തരം വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.